നമുക്ക് ജെറിബറ പ്ലാന്റിൻ്റെ കെയറിങ്ങും പോട്ടിങ്ങും നോക്കാം. നമ്മൾ നേഴ്സറിയിൽ നിന്ന് 2 ജെറിബറ പ്ലാന്റാണ് മേടിച്ചേക്കണേ. ഉണങ്ങിയ ഇലകളൊക്കെ നമുക്ക് ആദ്യം മുന്നേ മുറിച്ച് കളയാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഫംഗസ് വന്ന് ചെടി നശിച്ചു പോവും. നമ്മളിവിടെ പോട്ടി മിക്സായിട്ട് എടുത്തേക്കണേ എല്ലുപൊടി മിക്സ് ചെയ്ത മണ്ണ്, ചരല് മണ്ണും പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്ത ചകിരിയുടെ പീസുകളും. ഒരിക്കലും പോട്ടിൽ വെള്ളം കെട്ടിക്കാൻ പാടില്ല. നമുക്ക് പോട്ടി മിക്സിനായിട്ട് എല്ലാം ഒന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫംഗസൈഡായിട്ട് സാഫ എടുത്തേക്കണേ. പെട്ടെന്ന് ഫംഗസ് വന്ന് നശിച്ചു പോണ പ്ലാന്റും കൂടിയാണ് ജെറിബറ. അതുകൊണ്ടാണ് നമ്മൾ സാഫ് ഇതിനും കൂടെ മിക്സ് ചെയ്തേക്കണേ. നമ്മളിവിടെ പ്ലാന്റിൻ്റെ സൈഡിൽ ചെറുതായിട്ട് സാഫ് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഈ പ്ലാന്റിൽ ചെറിയൊരു ഫംഗസ് കണ്ടായിരുന്നു. നമ്മൾ മണ്ണിടുമ്പോൾ ഇതിൻ്റെ മേൽഭാഗം മണ്ണിൽ മൂടാതെ നോക്കണം, അല്ലെങ്കിൽ അവിടെ അത് വെള്ളം കെട്ടി നിന്ന് തണ്ട് ചീഞ്ഞു പോകാൻ. നമുക്ക് കുറച്ച് വെള്ളം മാത്രം മതി ജെറിബറ പ്ലാന്റിന് കെയർ ചെയ്യാനായിട്ട്. വെള്ളം കൂടിപ്പോയാൽ തണ്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നട്ടതിന് ശേഷം ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ വെയിലടിക്കണ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ മണ്ണ് ലെവൽ ചെയ്യുമ്പോൾ അതിന് മേൽഭാഗം മണ്ണ് മൂടാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. ഒന്ന് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് ഷെയ്ഡിലേക്ക് മാറ്റാം.